അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരോടാണിത് പറയുന്നത്? എ. പൗലോസ്ലീഹ കൊറിന്തോസുകാരോട്. ബി. കൊറിന്തോസുകാർ അപ്പൊസ്തലന്മാരോട്. സി. അപ്പൊസ്തലന്മാർ കൊറിന്തോസുകാരോട്. ഉത്തരം: പൗലോസ്ലീഹ കൊറിന്തോസുകാരോട്. കൊറിന്തോസുകാർ പൗലോസിനോട് എന്ത് കാണിക്കുന്നുണ്ടെന്നാണ് 2 കൊറിന്തോസ് 11:1 പറയുന്നത്? എ. സഹിഷ്ണുത. ബി. ബഹുമാനം. സി. ദേഷ്യം. ഉത്തരം: സഹിഷ്ണുത. പൗലോസിന് കൊറിന്തോസുകാരോട് എന്തു തോന്നുന്നു എന്നാണ് 2 കൊറിന്തോസ് 11:2 പറയുന്നത്? എ. ദൈവികമായ അസൂയ. ബി. വിരോധം. സി. കനിവ്. ഉത്തരം: ദൈവികമായ അസൂയ. നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ഡാഷിന് സമർപ്പിക്കണം. എ. ക്രിസ്തുവിന്. ബി. ദൈവത്തിന്. സി. പ്രതിമയ്ക്ക്. ഉത്തരം: ക്രിസ്തുവിന്. നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്നതുപോലെ കൊറിന്തോസുകാരെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് പൗലോസ്ലീഹ ക്രിസ്തുവുമായി എന്താണ് നടത്തിയത്? എ. വിവാഹനിശ്ചയം. ബി. ഉടമ്പടി. സി. വാഗ്ദാനം. ഉത്തരം: വിവാഹനിശ്ചയം. 2 കൊറിന്തോസ് 11:3 ആരെ ചതിച്ച കാര്യമാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാരെ ഓർമ്മിപ്പിക്കുന്നത്? എ. ഹവ്വ ആദത്തെ ചതിച്ചത്. ബി. സർപ്പം ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചത്. സി. കായേൽ ആബേലിനെ ചതിച്ചത്. ഉത്തരം: സർപ്പം ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചത്. പൗലോസ്ലീഹ കൊറിന്തോസുകാരുടെ ചിന്തകൾ എന്തിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്നാണ് ഭയപ്പെടുന്നത്? എ. ക്രിസ്തുവിലുള്ള സ്നേഹത്തിലും കരുണയിലും നിന്ന്. ബി. ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. സി. ക്രിസ്തുവിലുള്ള സഹാനുഭൂതിയിലും നന്മയിലും നിന്ന്. ഉത്തരം: ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്നു പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ കൊറിന്തോസുകാർ അനായാസം എന്തു ചെയ്യുകയായിരിക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. അതിനെല്ലാം അതിജീവിക്കുകയായിരിക്കും ചെയ്യുക. ബി. അതിനെല്ലാം സമർപ്പിക്കുകയായിരിക്കും ചെയ്യുക. സി. അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ഉത്തരം: അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. ആരാണ് ഇങ്ങനെ പറയുന്നത്? എ. പൗലോസ്ലീഹ. ബി. പത്രോസ്ലീഹ. സി. യാക്കോബ് സ്ലീഹ. ഉത്തരം: പൗലോസ്ലീഹ. തനിക്ക് എന്തു കുറവുണ്ടെന്നാണ് പൗലോസ്ലീഹ 2 കൊറിന്തോസ് 11:6 പറയുന്നത്? എ. അറിവ്. ബി. പ്രസംഗ ചാതുര്യം. സി. സംഗീത ചാതുര്യം. ഉത്തരം: പ്രസംഗ ചാതുര്യം. താൻ എന്തിൽ പിന്നോക്കമല്ല എന്നാണ്
പൗലോസ്ലീഹ 2 കോറിന്തോസ് 11:6 പറയുന്നത്? എ. പ്രസംഗ ചാതുര്യത്തിൽ, ബി. അറിവിൽ, സി. ജ്ഞാനത്തിൽ. ഉത്തരം അറിവിൽ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്കിടയിൽ പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചത് എന്താണ്? എ. അപ്പസ്തോല പ്രമാണങ്ങൾ, ബി. ദൈവപ്രമാണങ്ങൾ, സി. ദൈവത്തിൻ്റെ സുവിശേഷം. ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം. കൊറിന്തോസുകാരുടെ ഉത്കർഷത്തിനു വേണ്ടി പൗലോസ്ലീഹ എന്താണ് ചെയ്തത്? എ. തന്നെത്തന്നെ താഴ്ത്തി, ബി. തന്നെത്തന്നെ ഉയർത്തി, സി. പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചു. ഉത്തരം തന്നെത്തന്നെ താഴ്ത്തി. കൊറിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് പൗലോസ് അവരെ എന്തു ചെയ്യുകയായിരുന്നു? എ. തരം താഴ്ത്തുകയായിരുന്നു, ബി. കവർച്ച ചെയ്യുകയായിരുന്നു, സി. സ്നേഹിക്കുകയായിരുന്നു. ഉത്തരം കവർച്ച ചെയ്യുകയായിരുന്നു. പൗലോസ്ലീഹ എന്തിനു വേണ്ടിയാണ് മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചത്? എ. കൊറിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി, ബി. കൊറിന്തോസുകാരെ സഹായിക്കുന്നതിനു വേണ്ടി, സി. കൊറിന്തോസുകാരുടെ ഐശ്വര്യത്തിനു വേണ്ടി. ഉത്തരം കൊറിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി. 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ്ലീഹ കൊറിന്തോസുകാരുടെ കൂടെ ആയിരുന്നപ്പോൾ തനിക്ക് എന്തുണ്ടായി എന്നാണ് പറയുന്നത്? എ. ഞെരുക്കം, ബി. പട്ടിണി, സി. വഞ്ചന. ഉത്തരം ഞെരുക്കം. പൗലോസ്ലീഹായ്ക്ക് ഞെരുക്കം ഉണ്ടായപ്പോൾ എവിടെ നിന്ന് വന്ന സഹോദരന്മാരാണ് സ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത്? എ. കോറിന്തോസിൽ, ബി. മക്കദോനിയായിൽ, സി. കൊളോസോസിൽ. ഉത്തരം മക്കദോനിയായിൽ. ക്രിസ്തുവിൻ്റെ സത്യം തന്നിലുള്ളതുകൊണ്ട് തൻ്റെ ഈ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് സ്ലീഹ പറയുന്നത്. എ. അക്കായിയ പ്രദേശങ്ങളിൽ, ബി. കോറിന്തോസിൽ, സി. മക്കദോനിയായിൽ. ഉത്തരം അക്കായിയ പ്രദേശങ്ങളിൽ. സ്ലീഹ കൊറിന്തോസുകാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആർക്ക് അറിയാം എന്നാണ് വ്യക്തമാക്കുന്നത്? എ. ദൈവത്തിന്, ബി. ശിഷ്യന്മാർക്ക്, സി. ക്രിസ്തുവിന്. ഉത്തരം ദൈവത്തിന്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും എന്നതിനെക്കുറിച്ചാണ് സ്ലീഹ ഇവിടെ സൂചിപ്പിക്കുന്നത്. എ. വചനപ്രഘോഷണം, ബി. പ്രേഷിതവേല, സി. സുവിശേഷവേല. ഉത്തരം പ്രേഷിതവേല. അങ്ങനെ തങ്ങളുടെ ഡാഷ് ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും. എ. സുവിശേഷവേല, ബി. വചനപ്രഘോഷണം, സി. പ്രേഷിതവേല. ഉത്തരം പ്രേഷിതവേല. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. ആരെക്കുറിച്ചാണ് സ്ലീഹ ഇവിടെ പരാമർശിക്കുന്നത്? എ. വൻപ് പറയുന്നവർ, ബി. മറ്റു സഭക്കാർ, സി. കൊറിന്തോസുകാർ. ഉത്തരം വൻപ് പറയുന്നവർ. അത്ഭുതപ്പെടേണ്ട, പിശാചു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. എ. 2 കോറിന്തോസ് 11:12, ബി. 2 കോറിന്തോസ് 11:11, സി. 2 കോറിന്തോസ് 11:14. ഉത്തരം 2 കോറിന്തോസ് 11:14. അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തത്ഭുതം? ആരുടെ? പിശാചിൻ്റെ, ബി. മാലാഖയുടെ, സി. വൻപ് പറയുന്നവൻ്റെ. ഉത്തരം പിശാചിൻ്റെ.
2 കോറിന്തോസ് 11 അധ്യായത്തിൻ്റെ 2 തലക്കെട്ട് എന്ത്? എ. കപട അപ്പസ്തോലൻ. ബി. അപ്പസ്തോലൻ്റെ സഹനം. സി. സുവിശേഷ പ്രഘോഷണം. ഉത്തരം അപ്പസ്തോലൻ്റെ സഹനം. 2 കോറിന്തോസ് 11:16 തന്നെ ആരായി കരുതരുതെന്നാണ് ശ്ലീഹ ആവർത്തിച്ചു പറയുന്നത്. എ. വൻപ് പറയുന്നവനായി. ബി. ഭോഷനായി. സി. ജ്ഞാനിയായി. ഉത്തരം ഭോഷനായി. ഡാഷിൻ്റെ അധികാരത്തോടെയല്ല, പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. എ. പിശാചിൻ്റെ. ബി. പിതാവിൻ്റെ. സി. കർത്താവിൻ്റെ. ഉത്തരം കർത്താവിൻ്റെ. ഏത് കാര്യങ്ങളെപ്പറ്റിയാണ് പലരും പ്രശംസിക്കാറുള്ളതുപോലെ താനും പ്രശംസിക്കും എന്ന് ശ്ലീഹ പറയുന്നത്? എ. ലൗകിക കാര്യങ്ങളെപ്പറ്റി. ബി. ദൈവത്തെപ്പറ്റി. സി. സുവിശേഷത്തെപ്പറ്റി. ഉത്തരം ലൗകിക കാര്യങ്ങളെപ്പറ്റി. ബുദ്ധിമാന്മാരായ കോറിന്തോസുകാർ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം എന്ത് കാണിക്കാറുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്. എ. സ്നേഹം. ബി. സഹിഷ്ണുത. സി. കരുണ. ഉത്തരം സഹിഷ്ണുത. കോറിന്തോസുകാരെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് അവർ എന്തു പുലർത്തുന്നുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്. എ. സ്നേഹം. ബി. ദയ. സി. സഹിഷ്ണുത. ഉത്തരം സഹിഷ്ണുത. അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നെന്ന് ഡാഷ് പറഞ്ഞുകൊള്ളട്ടെ. എ. നന്ദിയോടെ. ബി. സ്നേഹത്തോടെ. സി. ലജ്ജയോടെ. ഉത്തരം ലജ്ജയോടെ. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് ആരെപ്പോലെ ഞാൻ പറയുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്. എ. ഒരു ഭോഷനെ പോലെ. ബി. അപ്പസ്തോലനെ പോലെ. സി. സുവിശേഷകനെ പോലെ. ഉത്തരം ഒരു ഭോഷനെ പോലെ. അവര് ഹെബ്രായരാണോ? അവര് ഇസ്രായേൽക്കാരാണോ? അവര് അബ്രഹാത്തിൻ്റെ സന്തതികളാണോ എന്ന് ചോദിക്കുന്ന ശ്ലീഹ അതിന് സ്വയം നൽകുന്ന ഉത്തരം എന്താണ്? എ. ഞാനും അതെ. ബി. ഞാൻ അല്ല. സി. ഞാൻ അപ്പസ്തോലനാണ്. ഉത്തരം ഞാനും അതെ. ഉന്മത്തനെ പോലെ ശ്ലീഹ പറയുന്നത് താൻ കുറെ കൂടെ മെച്ചപ്പെട്ട എന്താണെന്നാണ്. എ. അപ്പസ്തോലനാണ്. ബി. വചനപ്രഘോഷകനാണ്. സി. ദാസനാണ്. ഉത്തരം ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു. വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു. എണ്ണമറ്റ വിധം പ്രഹരമേറ്റു. പലതവണ മരണവക്രത്തിലകപ്പെട്ടു. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. എ. 2 കോറിന്തോസ് 11:22. ബി. 2 കോറിന്തോസ് 11:21. സി. 2 കോറിന്തോസ് 11:23. ഉത്തരം 2 കോറിന്തോസ് 11:23. പ്രതിഫലം കൂടാതെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച പൗലോസ് ശ്ലീഹ സഹിച്ച കഷ്ടപ്പാടുകൾ എന്തെല്ലാമാണ്? എ. വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു. എണ്ണമറ്റ വിധം പ്രഹരമേറ്റു. പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു. ബി. വളരെ കൂടുതൽ ജയിൽവാസം അനുഭവിച്ചു. മർദ്ദനമേറ്റു. മുറിവേൽപ്പിക്കപ്പെട്ടു. സി. അടിമകളെ പോലെ കൊള്ളയടിക്കപ്പെട്ടു. വഞ്ചിതരാക്കപ്പെട്ടു. വ്യാജവേഷം ധരിച്ചവരെ പോലെ ആക്കപ്പെട്ടു. ഉത്തരം വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു. എണ്ണമറ്റ വിധം പ്രഹരമേറ്റു. പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു. വിശുദ്ധ പൗലോസ് ശ്ലീഹ എത്ര തവണയാണ് യഹൂദരുടെ കൈകളിൽ നിന്നും അടികൊണ്ടത്? എ. 3 പ്രാവശ്യം. ബി. 4 പ്രാവശ്യം. സി. 5 പ്രാവശ്യം. ഉത്തരം 5 പ്രാവശ്യം.
വിശുദ്ധ പൗലോസ്ലീഹ യഹൂദരുടെ കൈകളിൽ നിന്ന് 5 പ്രാവശ്യം എത്ര അടിയാണ് കൊള്ളേണ്ടി വന്നത്? എ 1 കുറയാതെ 30 അടി വീതം, ബി 1 കുറയാതെ 40 അടി വീതം, സി 1 കുറയാതെ 50 അടി വീതം. ഉത്തരം 1 കുറയാതെ 40 അടി വീതം. വിശുദ്ധ പൗലോസ്ലീഹ എത്ര പ്രാവശ്യം കല്ലെറിയപ്പെട്ടു? എ ഒരിക്കൽ, ബി 3 തവണ, സി 2 തവണ. ഉത്തരം ഒരിക്കൽ. വിശുദ്ധ പൗലോസ്ലീഹ എത്ര പ്രാവശ്യമാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത്? എ 2 പ്രാവശ്യം, ബി 3 പ്രാവശ്യം, സി 1 പ്രാവശ്യം. ഉത്തരം 3 പ്രാവശ്യം. തുടരെയുള്ള യാത്രകൾക്കിടയിൽ പൗലോസിന് അപകടങ്ങൾ ഉണ്ടായത് ആരിൽ നിന്നൊക്കെയാണ്? എ സ്വന്തക്കാരിൽ നിന്നും വ്യാജ സഹോദരിൽ നിന്നും, ബി കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും, സി വ്യാജ സഹോദരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും. ഉത്തരം കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. എ 2 കോറിന്തോസ് 11:23, ബി 2 കോറിന്തോസ് 11:20, സി 2 കോറിന്തോസ് 11:27. ഉത്തരം 2 കോറിന്തോസ് 11:27. 2 കോറിന്തോസ് 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പൗലോസ്ലീഹായെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായി പറയുന്ന കാര്യം എന്താണ്? എ സകല സഭകളെയും കുറിച്ചുള്ള വ്യഗ്രത, ബി സകല സഭകളെയും കുറിച്ചുള്ള ദുഃഖം, സി സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. 2 കോറിന്തോസ് 11:29 അനുസരിച്ചു പൗലോസ്ലീഹായുടെ ഹൃദയം കത്തിയിരുന്നത് എപ്പോഴാണ്? എ ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, ബി ആരെങ്കിലും ബലഹീനനാകുമ്പോൾ, സി ആരെങ്കിലും പാപം ചെയ്യുമ്പോൾ. ഉത്തരം ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ. തനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ എന്തിനെക്കുറിച്ചായിരിക്കും പ്രശംസിക്കുക എന്നാണ് 2 കോറിന്തോസ് 11:30 സ്ലീഹ പറയുന്നത്. എ ബലഹീനതകളെക്കുറിച്ചായിരിക്കും, ബി സഹനങ്ങളെക്കുറിച്ചായിരിക്കും, സി കഷ്ടപ്പാടുകളെക്കുറിച്ചായിരിക്കും. ഉത്തരം ബലഹീനതകളെക്കുറിച്ചായിരിക്കും. താൻ എന്തു പറയുകയല്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു എന്നാണ് പൗലോസ് 2 കോറിന്തോസ് 11:31 പറയുന്നത്. എ വ്യാജം പറയുകയല്ലെന്ന്, ബി വൻപു പറയുകയല്ലെന്ന്, സി ദൈവദൂഷണം പറയുകയല്ലെന്ന്. ഉത്തരം വ്യാജം പറയുകയല്ലെന്ന്. ഏത് രാജാവിൻ്റെ ദേശാധിപതിയാണ് വിശുദ്ധ പൗലോസ്ലീഹായെ പിടികൂടാൻ കാവൽക്കാരെ ഏർപ്പെടുത്തിയത്? എ ഹെറോദോസ് രാജാവിൻ്റെ ദേശാധിപതി, ബി കൊറോണേലിയസ് രാജാവിൻ്റെ ദേശാധിപതി, സി അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. ഉത്തരം അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. ദമാസ്കസിൽ വെച്ച് പൗലോസിനെ പിടികൂടുന്നതിനു വേണ്ടി അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയപ്പോൾ സ്ലീഹ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എ മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ടു, ബി ഓടി രക്ഷപ്പെട്ടു, സി കപ്പൽ വഴി രക്ഷപ്പെട്ടു. ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ടു.